ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കട്ടപ്പന നഗരസഭയിലെ അമൃത് 2.0 പദ്ധതിയുടെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയിലെ ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 15.39 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ 24,070 മീറ്റർ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച 3,270 കണക്ഷനുകളാണ് നൽകുന്നത്. പദ്ധതി പൂർത്തിയാകുമ്പോൾ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരുന്ന 40 LPCD നിരക്കിൽ നിലവിൽ നടക്കുന്ന ജലവിതരണം 150 LPCD നിരക്കിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. റൂസ ധനസഹായത്തോടെ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. റൂസ പദ്ധതി പ്രകാരം 1 കോടി രൂപ മുടക്കി കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ അക്കാദമിക് ബ്ലോക്ക്, വിമൺ അമ്യൂണിറ്റി സെന്റർ, വനിതകൾക്കുള്ള തൊഴിൽ നൈപുണ്യ കേന്ദ്രം എന്നിവയാണ് നിർമ്മിച്ചത്. എൽ ആകൃതിയിൽ 4700 ചതുരശ്ര അടി വലിപ്പത്തിൽ നിർമ്മിച്ച റൂസ അക്കാദമിക് ബ്ലോക്കിൽ 2 ക്ലാസ് മുറികളും 2 ലൈബ്രറിയും ഓഫീസും ശൗചാലയങ്ങളും ഉണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കരകൗശല നിർമ്മാതാക്കൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാംബു മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉപകരണങ്ങൾ കൈമാറി. പരമ്പരാഗതമായും അല്ലാതെയും ബാംബു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള 50 പേർക്കാണ് 10,000 രൂപ വീതമുള്ള തൊഴിലുപകരണങ്ങൾ കൈമാറിയത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ജില്ലയിലെ 62 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. യോഗത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി, വാഴത്തോപ്പ്, ഇടവെട്ടി പഞ്ചായത്തുകളുടെ 2023-24 വർഷത്തിലെ പദ്ധതികൾ ഭേദഗതി ചെയ്തു. ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായും തടയുന്നതിന് ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ഇതോടൊപ്പം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനവും ശക്തിപ്പെടുത്തും. വ്യാജമദ്യം, മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറുകളിൽ എക്സൈസിനെ അറിയിക്കാം. ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയോഗിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. മറയൂർ മലനിരകളിലെ ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂരിലും വട്ടവടയിലും വെളുത്തുള്ളി വിളവെടുക്കുന്നതിന് മുൻപേ വില റെക്കോർഡ് ഉയരത്തിലെത്തി. മാർച്ച് മാസം മുതലാണ് വെളുത്തുള്ളി വിളവെടുക്കാൻ തുടങ്ങുന്നത്. നിലവിൽ 1 കിലോ വെളുത്തുള്ളിക്ക് 450 മുതൽ 650 രൂപ വരെയാണ് വിപണി വില. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതിയിൽ വെളുത്തുള്ളി കൃഷി ചെയ്യാനാകാത്തതാണ് വില കൂടാൻ കാരണം. അപ്രതീക്ഷിതമായി വില ഉയർന്നതോടെ ഇത്തവണ വെളുത്തുള്ളി കർഷകർക്ക് വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. തൊടുപുഴ നഗരസഭയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം കുമ്പങ്ങല്ല് മലയപ്പറമ്പ് കോളനി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. 2021-22 സാമ്പത്തിക വർഷം കേന്ദ്ര ഹെൽത്ത് ഗ്രാന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച 2ാമത്തെ വെൽനസ് സെന്ററാണിത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സെന്ററിന്റെ പ്രവർത്തനം. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, അവശ്യമരുന്നുകൾ, സേവനങ്ങൾ എന്നിവയെല്ലാം സെന്ററിൽ ലഭ്യമാണ്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 100 കുടുംബങ്ങൾക്ക് ഉപജീവനമൊരുക്കാൻ കുടുംബശ്രീ ഊര് സംഗമത്തിൽ തീരുമാനിച്ചു. വിവിധ കുടികളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്ത ഊര് സംഗമം ഇടമലക്കുടിയുടെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായ കുരുമുളകിന്റെയും ഏലത്തിന്റെയും ബ്രാൻഡിംഗ് അടക്കം പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് ശ്രദ്ധേയമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.